ബാർബ്ലെസ് ഹുക്കിൽ മീൻ കിട്ടുമോ ഇല്ലയോ? ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു അവർ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പം നമ്മളിന്ന് ചെറുമീൻ പിടിക്കാൻ തന്നെയാണ് പോകുന്നത്. പക്ഷേ നമ്മളിന്ന് പോകുന്നതിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതും ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തതുമായിട്ടുള്ളൊരു ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ഫ്രോഗ്. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോട്ടയത്ത് എറണാകുളത്ത് ജിബിൻ ചേട്ടൻ്റെ ഫിഷിംഗ് ഹബ്ബ് കടയുണ്ട്. അവിടെ ചെന്നപ്പോഴേക്ക് ഞാൻ ഒരു ഡിയോയുടെ ടോപ്പ് വാട്ടർ പെൻസിൽ 110 മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ചേട്ടൻ ഈ സാധനം എടുത്ത് കഴിക്കുന്നുണ്ട്. പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി ബാഡായിട്ടുള്ള റിവ്യൂ വരുന്നുണ്ട്. ആൾക്കാർ ചുമ്മാ ഇത് കണ്ടിട്ട് ഇതിൽ മീൻ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു തന്നു വിട്ടു, ഫ്രീ ആയിട്ട് തന്നാൽ അതൊന്നുകൊണ്ട് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക, ഇതിൽ മീൻ കിട്ടുമോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഈ ബാർബ്ലെസ് ഹുക്കിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അതൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഹുക്കുകൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഹുക്കാണ് ബാർബ്ലെസ് ഹുക്ക്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിനെ വലിയ ഹേർട്ട് ആവത്തില്ല, അതിനെ ഡിസ്ട്രോയ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്കിതിനെ, നമ്മളിപ്പോൾ ഒരു ചെറിയ മീനാണ് നമ്മൾ സപ്പോസ് അടിക്കുന്നതെങ്കിൽ, ബാറുള്ള ഹുക്കാണെങ്കിൽ നമ്മൾ അതിനെ തിരിച്ചെടുക്കുമ്പോഴേക്കും അതിന് ഭയങ്കര ഡാമേജ് ആയിരിക്കും. അപ്പോൾ അത് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ ബാർബ്ലെസ് ഹുക്കുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് അൺഹുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ശരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അവിടെ പ്രസ് ചെയ്താൽ ഇത് അൺഹുക്കായി വരും. അപ്പോൾ മീനിന് അധികം ഡാമേജ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ മീൻ കിട്ടുമോ ഇല്ലയോ, ബാർബ്ലെസ് ഹുക്കിൽ മീൻ കിട്ടുമോ ഇല്ലയോ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ സ്റ്റാർട്ട് ചെയ്താലോ.
കയറിയിരിക്കുകയാണ്. പൊളപ്പം മീനാണ് കേട്ടോ, കാണിച്ചിടാം. ഇതേണ്ട അവനിപ്പം വളഞ്ഞു കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ എനിക്ക് എടുത്തിടാനുള്ള സ്ഥലവും ഇല്ല. ഇതാണ് മീൻ കണ്ടോ, തൂക്കി കാണിച്ചു തരാം. അപ്പം പിടിച്ച തവള കണ്ടല്ലോ, പിടിച്ച തവള കണ്ടോ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് ഫിഷിംഗ് ഹബ്ബിലെ ജിബിൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മേടിച്ച തവളയാണ് ഇത്. ഉറപ്പായിട്ടും അതിന് റിവ്യൂ കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് മെനക്കെട്ട് ഇറങ്ങിയതാണിത്. നല്ല കിടുക്കൻ ആക്ഷനാണ്, നല്ല ദൂരം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ മീനും തൂക്കി നോക്കാം. ഇവൻ്റെ ലെങ്തും കൂടി ഇന്ന് മെഷർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐഫോണിൽ മെഷർ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നല്ല ആക്യുറേറ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് അതൊരു ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 61 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ച് ചേർമീനെ വെട്ടി കറി വെച്ച് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്നാ കറിയാ വെക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മമ്മി ഇവിടെ ഒന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. എന്നാ കറിയാന്ന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞങ്ങൾ എന്നാ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് സൂപ്പർ കറിയാണ്. അതെ, ഞങ്ങളിത് കറി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ. ഈ മീൻ ഞങ്ങൾ ഇതുപോലെ കറി വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത് വീഡിയോ എടുത്താൽ കൊള്ളാം എന്ന് ആലോചിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിന് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. അപ്പോൾ ചേർമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഈ ഒരു കണത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഇത്ര പീസല്ലേ ഉള്ളൂ കറി വെക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പുളിയുള്ള മാങ്ങയല്ലേ, നല്ല പുളിയുള്ള മാങ്ങ പുളി കളയാനായിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, നാരങ്ങയുടെ ആവശ്യമില്ല. ഇതെന്നാ മീൻ? തേങ്ങാപ്പാലല്ലേ? തേങ്ങാപ്പാൽ. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. പിന്നെ ഏലക്ക, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലി, പുളിവെള്ളം, അതായത് വാളംപുളിയുടെ വെള്ളം, കുടംപുളിയുടെ വെള്ളം, പിന്നെ ഉപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കറി വെക്കാനായിട്ട് ആവശ്യം. അതുപോലെ തന്നെ ഈ കറി വെക്കുന്നത് നമ്മൾ മൺചട്ടിക്കകത്ത് തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുരുമുളകും ഏലക്കയും കൂടി ഇടുക. അപ്പോൾ ഏലക്ക ഒന്ന് പൊട്ടി വരുന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇടുക. അതിനകത്തേക്ക് ഇഞ്ചി ഇടുക. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. നമ്മളിപ്പോൾ ഒരു കണ്ടാണ് ഇട്ടേക്കുന്നത്. പച്ചമുളക് കീറി വെച്ചിട്ടുള്ളത്, നമ്മൾ ചുവന്നുമുളക് ഇടാത്തതുകൊണ്ട് കൂടുതൽ പച്ചമുളക് ഇടുക. പച്ചമുളകിന് നിറം അധികം ആടാതെ നോക്കുക, അധികം പോകാതെ നോക്കുക. അത്രയും വാടിയാൽ മതി, അതിൽ കൂടുതൽ ആടണ്ട. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇടുക.
2 സ്പൂൺ മല്ലിപ്പൊടി എന്നാണ് നമ്മൾ പറയുന്നത്. 2 സ്പൂൺ ടീസ്പൂണിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. എന്നിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൂക്കണ്ട, മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ല് മാറി കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി നമ്മളറിയാം, നമ്മൾ അധികം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല. ഇത്ര മീനിന് ഒരു സ്പൂൺ ഇല്ല, അത് താഴെ മഞ്ഞൾപ്പൊടി ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീൻ നമ്മളൊരു 1 ടീസ്പൂൺ ഇല്ല, 1 ടീസ്പൂൺ അടുപ്പിച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഉപ്പ് ഇച്ചിരി കുറഞ്ഞ വരാൻ കുഴപ്പമില്ല, കാരണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഉപ്പ് കൂടിപ്പോയാലാണ് പ്രശ്നം, കുറഞ്ഞ പോയാൽ നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. ഈ നമ്മൾ മാങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അധികം പുളി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മീനെ പിടിക്കാൻ മാത്രം പുളി നമ്മൾ ആഡ് ചെയ്യുന്നത്. കാരണം ചാറിന് മാങ്ങയുടെ പുളി വരും, അപ്പം അധികം പുളി ആഡ് ചെയ്യണ്ട. ഇത് ഇങ്ങനെ തിന്നാൻ പറ്റുമോ? അപ്പം അതിലേക്ക് 2ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരിക്കും ഞങ്ങളന്ന് ഈ കറി വെച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊരു കറുവപ്പിനെ കടലിൽ നിന്ന് ഒരു 2.5 കിലോ ഒരു കറുവപ്പിനെ ചൂണ്ടിട്ട് പിടിച്ചായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ അതിനെ വറക്കുവാണ് ചെയ്തത്. അന്ന് മിച്ചം വന്ന മീനിന് നമ്മൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ചെറുമീൻ ഇങ്ങനെ കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അടുത്ത മീനാണ് ഇട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അമ്മീനോടൊന്ന് പുളി നോക്കാൻ പറഞ്ഞ്. അമ്മേൻ്റെ കൈ ആവശ്യത്തിന് പുളിയുള്ളൂ. അയ്യോ, കൈ പൊള്ളി. കുഴപ്പമില്ല, ആവശ്യത്തിന് പുളിയുള്ളൂ. അപ്പോൾ നമ്മളിടയ്ക്ക് പുളി നോക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് തിളച്ചതിലേക്ക് നമ്മൾ മീൻ കഷ്ണം എടുത്ത് ഇറക്കി വെക്കുക. ഈ ചെറുമീൻ്റെ ഇറച്ചിയുടെ ഏറ്റവും ഒരു പ്രത്യേകത, ഇത് കണ്ടോ എന്ത് സോഫ്റ്റായിട്ട് നല്ല ഫ്ലഷാണ് ഇതിൻ്റെ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ചെറുമീൻ എന്ന് പറയുമ്പോഴേക്കും ഇതിന് ചേറിൻ്റെ ചുവയുണ്ടോ എന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നല്ല ടേസ്റ്റുള്ള ഇറച്ചി തന്നെയാണ് ഇതിൻ്റെ. കാരണം നമ്മൾ ഇത് വറുത്താലോ കറി വെച്ചാലോ ഇത് പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മീനിൻ്റെ കഷ്ണം ഇട്ടിട്ട് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കുക. ചെറുമീൻ ഇട്ടിട്ട് നമ്മൾ തവി ഉപയോഗിക്കാതെ തന്നെ അതിനെ ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് വെക്കുക. ഇതിന് ശേഷം ഇതിനെ നമ്മളൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ അടുത്ത പ്രൊസീജിയർ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഈ വെള്ളം ഇനി വറ്റണം. അപ്പോൾ ഇത് കുറച്ച് നേരം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തീ കുറച്ച് വെച്ചിട്ട് അടപ്പ് മാറ്റി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക. മാങ്ങയുടെ പുളി കളഞ്ഞാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുളി കളഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചെറുതായിട്ട് ചനച്ച മാങ്ങയാണ് മമ്മി പറയും കേട്ടല്ലോ, പുളി കുറവുള്ള നന്നായിട്ട് ചെറുതായിട്ട് ചനച്ച മാങ്ങയാണ് നല്ലത്. കാരണം ഓവറായിട്ട് പുളി വന്നാലും അത്രയ്ക്ക് ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മൾ മാങ്ങ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. മാങ്ങ ഒന്ന് വാടിയിട്ട് വേണം നമ്മൾ 2ാം പാല് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിക്കാനായിട്ട്. 1ാം പാല് മാങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് മാങ്ങ ഒന്ന് വാടിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിക്കുന്നത്. അപ്പം ചെറുമീൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചെറുമീന് ചേറിൻ്റേതായിട്ടുള്ള യാതൊരു ചുവയുമില്ല. അത് വളരെ നല്ല മീനാണ്. കഴിച്ചവർക്കറിയാം. അച്ചാറിടാനും മറക്കാനും കറി വെക്കാനും ഒക്കെ വളരെ ടേസ്റ്റുള്ള മീനാണ് ചെറുമീൻ. അപ്പം മാങ്ങയൊന്ന് വാടി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിക്കുക. ഇനി വീണ്ടും നമ്മൾ ഇതിനെ അടപ്പെടുത്ത് അടച്ച് വെക്കുക. അതിന് മുമ്പ് നന്നായിട്ടൊന്ന് ചുറ്റിക്കുക. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ച് വെച്ച് വേണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതെ, നമ്മൾ ഒരിക്കലും തീ കൂട്ടി വെച്ച് കറി കുക്ക് ചെയ്യരുത്. നമ്മൾ ഏറ്റവും തീ കുറച്ച് വെച്ച് കറി സമയമെടുത്ത് കുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കഷ്ണത്തിലൊക്കെ നന്നായിട്ട്
എല്ലാ മസാലയൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനെ തുറന്നിരുന്ന് തന്നെ കുറച്ച് വറ്റി വരും. 2 മിനിറ്റ് കളയാവോ? അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ് തന്നെ തിളച്ചാൽ മതി. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അത് കഴിയുമ്പോഴേക്കും കറി റെഡിയാവും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ചാറ് നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ചാറിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിങ്ങനെ കുറുകിയിരിക്കുന്ന ചാറിന് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അധികം ചാറ് വെക്കാത്തത്. അപ്പോൾ അധികം ചാറ് വേണമെന്നുള്ള ആൾക്കാർ, ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ 1-ാം പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുക. നമ്മൾ ഏത് മീൻകറി വെച്ചാലും അവസാനം കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു ഇച്ചിരി പച്ചവെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ ഇടുന്നു, തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് ഇടുന്നതും തീ ഓഫ് ചെയ്യുന്നതും ഒരുമിച്ചായിരിക്കും. ഇത് നമ്മളിതിനെ വാങ്ങി വെക്കാണ്. അടുപ്പത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചാറ് വറ്റി നമ്മളതിനെ മാറ്റി വെച്ച്. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവാണ്. ചൂടില്ലല്ലോ അല്ലേ? അപ്പം നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവാണ്. കറി ടേസ്റ്റ് നോക്കാൻ പോവാണ്. അടിപൊളി കറിയാണ് കേട്ടോ, തമാശയായിട്ട് പറയുമല്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മോശമാണെങ്കിൽ അത് താഴെ കമൻറ്റ് ഇട്ടോ, അതിന് നമ്മൾ ഗ്യാരണ്ടി പറയുകയാണ്. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറിക്ക് അധികം എരിവില്ല. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് ഈ കറിക്ക് അധികം എരിവില്ല. എരിവില്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാനും കഴിക്കാനും പറ്റുന്ന ഒരു കറിയാണിത്. ബ്രെഡിൻ്റെ കൂട്ടത്തിൽ, അപ്പത്തിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ല ടേസ്റ്റ്, അതേപോലെ ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പം നമ്മൾ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ വീഡിയോ എന്താണ് ഞാൻ ഷോർട്ടായിട്ട് കാണിച്ചു തരാം. ഞാൻ വീട്ടിലൊരു ആളെ വളർത്തുന്നുണ്ട്. ഇത് കേട്ടോ, ഇതിൻ്റെ ഒരു ടാങ്കാണ്, അതിനകത്ത് വളർത്തുന്ന മീനാണ്, ഒരു വലിയൊരു ചെറുമീനാണ്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അവൻ്റെ അണ്ടർ വാട്ടറിൽ ചെറുമീൻ ഫുഡ് കഴിക്കുന്നത്, എങ്ങനെയാണ് അവൻ തീറ്റി എടുക്കുന്നത്, ആ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കും. അപ്പം താങ്ക് യു ഗൈസ്, ബൈ ബൈ.